എല്ലാ ചരിത്രങ്ങളും ചിന്തകളെ പറ്റിയുള്ള ചരിത്രമാണ്. R.G. കോളിംഗ്വുഡ്. R.G. കോളിംഗ്വുഡ് ചരിത്രത്തിന് നൽകിയിരിക്കുന്ന ഡെഫിനിഷനാണ് എല്ലാ ചരിത്രങ്ങളും ചിന്തകളെ പറ്റിയുള്ള ചരിത്രമാണ്. R.G. കോളിംഗ്വുഡ്. ചരിത്രം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ നാടകമാണ്. ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ചരിത്രത്തിന് നൽകിയിരിക്കുന്ന ഡെഫിനിഷനാണ് ചരിത്രം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ നാടകമാണ്. ചരിത്രകാരനും അവൻ്റെ വസ്തുതകളും തമ്മിലുള്ള തുടർച്ചയായ ഒരു ഇടപെടൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് വർത്തമാനവും ബോധവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവസാനിക്കാത്ത സംഭാഷണമാണ്. E.H. കാർ. E.H. കാറാണ് ചരിത്രത്തെ അത് വർത്തമാനവും ബോധവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവസാനിക്കാത്ത സംഭാഷണം എന്ന് നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ ചരിത്രകാരനും അവൻ്റെ വസ്തുതകളും തമ്മിലുള്ള തുടർച്ചയായ ഒരു ഇടപെടൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് വർത്തമാനവും ബോധവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവസാനിക്കാത്ത സംഭാഷണമാണ് എന്ന് നിർവചിച്ചിരിക്കുന്നത് E.H. കാർ. മനുഷ്യനെ ബുദ്ധിമാനാക്കി മാറ്റുന്ന ഒരു പ്രധാന വിഷയമായിരുന്നു ചരിത്രം. ഫ്രാൻസിസ് ബേക്കൺ. മനുഷ്യനെ ബുദ്ധിമാനാക്കി മാറ്റുന്ന ഒരു പ്രധാന വിഷയമായിരുന്നു ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ഫ്രാൻസിസ് ബേക്കണാണ്. യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം എന്ന് നിർവചിച്ചിരിക്കുന്നത് വിൽ ഡ്യൂറന്റ്. യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം. വിൽ ഡ്യൂറന്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തോമസ് കാർലയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? ചരിത്രം മനുഷ്യനെ ബുദ്ധിമാന്മാരാക്കുന്നു. ലോകചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ്. ചരിത്രം വർത്തമാനവും ഭൂതകാലവും തമ്മിലുള്ള സംവാദമാണ്. ചരിത്രം അവസാനിക്കാത്ത വർഗസമരത്തിൻ്റെ കഥയാണ്. അപ്പോൾ ഇതിൽ ആൻസർ ബി ആണ്. ലോകചരിത്രം മഹാന്മാരുടെ ജീവചരിത്രമാണ്. അപ്പോൾ കഴിഞ്ഞ HSAക്ക് വന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തോമസ് കാർലയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? ലോകചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം എന്ന് നിർവചിച്ച പണ്ഡിതനാര്? അർണോൾഡ് തയാംബി, വിൽ ഡ്യൂറന്റ്, എഡ്മണ്ട് ബർഗ്, കാർലൈൻ. വിൽ ഡ്യൂറന്റ് ആണ് യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രമെന്ന് നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും മറ്റു ക്ലാസ്സുകളുമായിട്ട് വരാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.